ഹായ്. വൂണ്ടഡ് ഇന്നർ ചൈൽഡിനെ കുറിച്ചും ഹീലിങ്ങിനെ കുറിച്ചുമുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞത് വളരെ സാധാരണമായിട്ട് ഓഫീസുകളിലും വീടുകളിലൊക്കെ കാണുന്ന ഒരു ടോപ്പിക്കാണ്. പലർക്കും സ്വന്തം ലൈഫിൽ അനുഭവപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതുമായ ടോപ്പിക്കാണ്. വേറൊന്നുമല്ല, ഫിയർ ഓഫ് സെറ്റിംഗ് ബൗണ്ടറീസ് അല്ലെങ്കിൽ ഫിയർ ഓഫ് സെയിങ് നോ. നിങ്ങൾക്കറിയാം, ചില ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഓഫീസിലൊക്കെ ഉണ്ടാവും, നമ്മൾ പറയാം അടിമയാണ് അവൻ അല്ലെങ്കിൽ അവൾ അടിമയാണ് എന്ന് വെച്ചാൽ ഒരുപാട് പണിയെടുക്കും, അവരുടെ ഡ്യൂട്ടിക്ക് അപ്പുറത്ത് പണിയെടുക്കും. പക്ഷേ അവർക്കതിനൊരു അപ്രൈസലോ പ്രൊമോഷനോ ഒന്നും ചോദിക്കുകയും ചെയ്യില്ല, അവർക്ക് കിട്ടുകയില്ല. ഇനി കിട്ടിയില്ലെങ്കിലും അവരതൊക്കെ ചെയ്യും. അവരോട് പറയുന്ന എക്സ്ട്രാ വർക്കുകളൊക്കെ അവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ നിസ്സാര കാര്യമാണ്, പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ റീസൺ ഈ കുട്ടിക്കാലത്തുള്ള പ്രശ്നങ്ങളാണ്. കുട്ടിക്കാലത്ത് നമ്മുടെ പാരൻസ് നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നത് യന്ത്രമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാനത് വീണ്ടും പറയുകയാണ്, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു കുട്ടിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു ട്രാപ്പാണ്. കാരണം അവന് അവൻ്റെതായ അഭിപ്രായങ്ങൾ വേണം. ഇപ്പം നമ്മളൊരു ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്യില്ല, അതല്ല, സ്വന്തം കടമകൾ നിറവേറ്റാനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി കൊടുക്കണം. പക്ഷെ അതിനപ്പുറത്ത്, അവൻ്റെ കേപ്പബിലിറ്റിക്ക് അപ്പുറത്തായിട്ട് ഇപ്പോൾ ഒരു കുട്ടി പാടാൻ ഒട്ടും കഴിവില്ല, താല്പര്യമില്ല, പക്ഷെ അവനെ നിർബന്ധിച്ച് പാട്ട് ക്ലാസ്സിൽ ചേർക്കുകയാണ്. അവിടെ ചെന്ന് അവനത് പറ്റുന്നില്ല, അത് പല പ്രാവശ്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആ കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയല്ലേ? കാരണം കുട്ടിക്ക് നോ പറയാൻ അറിയില്ല. കാരണം കുട്ടിയെ വിചാരിച്ച് വെച്ചേക്കുന്ന അവനത് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവൻ അന്ന് ചെയ്ത് നല്ല കുട്ടിയാവും എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്നൊക്കെ ഉള്ള കോംപ്ലിമെൻറ്റ്സ് ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താ, വാലിഡേഷൻ കിട്ടണമെങ്കിൽ ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്യണം, അതാണ്. അപ്പം ഇനി വേറൊരു കാര്യമുണ്ട്, ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു അപരിചിതനായ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്തേക്ക് വരുമ്പോൾ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ പറയുവാണ് ഇത് നിർത്തുക, അല്ലെങ്കിൽ അപ്പോൾ ആ കുട്ടി പറയുവാണെങ്കിൽ എനിക്ക് പോകാൻ താല്പര്യമെന്ന് പറയുവാണെങ്കിൽ യു സെഡ് ഇറ്റ് ഓപ്പൺലി, യു ആർ ബ്രേവ് ഗേൾ അല്ലെങ്കിൽ ബ്രേവ് ബോയ് എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് അവിടെ കൊടുക്കുകയാണെങ്കിൽ, നീ പറഞ്ഞത് കറക്റ്റാണ്, നീ ഓപ്പൺ അപ്പ് ചെയ്തത് കറക്റ്റാണെന്നുള്ള രീതിയിൽ നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് പിന്നീടും ഇതുപോലെ ഒരു സ്ട്രേഞ്ചറോട് സംസാരിക്കുമ്പോൾ കുറച്ച് കോഷ്യസ് ആവാനൊക്കെ പറ്റും. അപ്പോൾ സ്വന്തം അഭിപ്രായം മാറ്റർ ചെയ്യണമെന്ന് തോന്നിയാലേ കുട്ടികൾ അവിടെ പവർ ഓഫ് ബൗണ്ടറി സെറ്റ് ചെയ്യാനൊക്കെ നോക്കുകയുള്ളൂ. അല്ലാതെ ചില പാരൻസിനെ പോലെ നമ്മൾ ഇമോഷണലി നെഗ്ലക്റ്റ് ചെയ്ത് അവനെ ഇമോഷണലി സെക്യൂരിറ്റി ഒന്നും കൊടുക്കാതെ വളർത്തിയിട്ട് ലാസ്റ്റ് വലുതാകുമ്പോൾ അവൻ വാലിഡേഷൻ സീക്കാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മുടെ പാരൻസ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് അത് കുറേ ബുക്സ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറേ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുക, കുറേ അറിവ് പകർന്നു കൊടുക്കുക. ഇതിനൊക്കെ അപ്പുറത്തേക്ക് കുട്ടിക്ക് കൊടുക്കേണ്ടത് കോൺഫിഡൻസ് ആണ്, ഇമോഷണൽ സെക്യൂരിറ്റിയാണ്, അവൻ്റെ അഭിപ്രായം തുറന്നു പറയാനുള്ള കഴിവാണ്. ഓക്കെ, സോ ഇപ്പോഴും നിങ്ങൾ വൈകിട്ടില്ല. ഇപ്പം നിങ്ങളൊരു 40s-ലോ 50s-ലോ ആണെങ്കിൽ പോലും നിങ്ങൾ എത്രയും നാളും നോ പറയാൻ പറ്റിയില്ലെങ്കിലും സ്റ്റാർട്ട് സിമ്പിൾ, സ്റ്റാർട്ട് വിത്ത് സ്മോൾ സ്റ്റെപ്സ്. ഇപ്പോഴേ ഇപ്പം നിങ്ങളുടെ വർക്ക് ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വർക്ക് ചെയ്യാൻ പറയുവാണെങ്കിൽ സേ നോ, പൊളൈറ്റ്ലി പറഞ്ഞാൽ മതി. സർ ഐ എം സോറി, ഐ കനോട്ട് ഡു ഇറ്റ് ടുഡേ, ഐ വിൽ ഡു ഇറ്റ് ടുമോറോ, ആ രീതിയിൽ പറയുക. അല്ലെങ്കിൽ ഐ എം സോറി സർ, ദിസ് ഇസ് ഔട്ട് ഓഫ് മൈ കേപ്പബിലിറ്റീസ്, ഞാനിത് ഔട്ട് ഓഫ് മൈ ഡ്യൂട്ടി, അപ്പം ഞാനിത് ചെയ്യില്ല എന്നുള്ള രീതിയിൽ നോ പറഞ്ഞു നോക്കുക. ഈ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നോ പറയുന്നേക്കാളും പൊളൈറ്റായിട്ട് നിങ്ങൾക്ക് നോ പറയാം. അങ്ങനെ നോ പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യും, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അവരെന്നെ യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ റിഗ്രറ്റ് ആയിരിക്കും. ഇതൊക്കെ ചിലപ്പോൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ. സോ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ നമ്മൾ നോ പറയാൻ പഠിപ്പിക്കുക, അവർ ബൗണ്ടറി സെറ്റ് ചെയ്യട്ടെ, അവർക്കൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റട്ടെ, ഒരു ഹെൽത്തി ചൈൽഡ്ഹുഡും അങ്ങനെ ഒരു ഹെൽത്തി അഡൾട്ട്ഹുഡും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു. നമ്മളൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.